ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ കൃപ ചെയ്തതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ 19:7. സങ്കീർത്തനങ്ങൾ 19:7. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളമണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ അങ്ങ് ഇടപെടാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം, മാനിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ വചനത്തിലൂടെ അങ്ങ് ഇടപെടാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. യഹോവയുടെ ന്യായപ്രമാണം, അതായത് നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ വചനം തികവുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. അതിൽ കള്ളമില്ല, കാപട്യമില്ല, ഒന്നുമില്ല. ആ വചനം തികവുള്ളത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവം അവരോട് സംസാരിച്ചതായ, അവരോട് ഇടപെട്ടതായ കാര്യങ്ങളാണ് വചനമായി എഴുതി അതിൽ വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവം തന്നെയാണ് വചനം. ദൈവത്തിന്റെ ആ വചനം തികവുള്ളതാണ്, പൂർണ്ണയുക്തയുള്ളതാണ്. ആ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം ഏറ്റുപറയുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മറിച്ച് ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുന്ന, തള്ളിപ്പറയുന്ന വ്യക്തി ജീവിതങ്ങൾ നാശത്തിന് കാരണമായി തീരും. ആ വചനം വായിക്കുമ്പോൾ, ആ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ മനസ്സിനെ ഒക്കെ തണുപ്പിക്കുക അത്രേ ചെയ്യുന്നത്. നാം വളരെ വേദനയോടെ, പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ നാം ഒരു വചനം എടുത്തു വായിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസത്തിന് കാരണമായി തീരും. അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് കാരണമായി തീരും. വചനം കേൾക്കുന്നതും വായിക്കുന്നതും വചനത്തെ പ്രാപിച്ചെടുക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തണുപ്പിന്, നമ്മുടെ ആശ്വാസത്തിന്, ആനന്ദത്തിന് നമുക്ക് കാരണമായി തീരും. വചനം ധ്യാനിക്കുന്നത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിന്റെ വചനം മായമില്ലാത്തതാണ്, കള്ളമില്ലാത്തതാണ് ദൈവത്തിന്റെ വചനം. എന്നാൽ മനുഷ്യർ പറയുന്നത് കള്ളവും കാപട്യവും നിറഞ്ഞതായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെടുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരും. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അതായത് ദൈവവചനത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്ന ഓരോ കാര്യവും വിശ്വസിക്കുവാനുള്ളതാണ്. വിശ്വസിക്കാതെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കാത്തതാണ്. അത് വിശ്വസിക്കേണ്ടതായ കാര്യങ്ങളാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും എന്നതാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റും. അതായത് വിദ്യാഭ്യാസമില്ലാത്ത, പഠിത്തമില്ലാത്ത, വായിക്കുവാൻ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയെ ദൈവവചനം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവവചനം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രാപിക്കുവാൻ തുടങ്ങുമ്പോൾ, ആ അല്പബുദ്ധിയായ ആ വ്യക്തിയെ ജ്ഞാനിയാക്കി മാറ്റുന്നവനാണ് ദൈവം. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ദൈവവചനം.
ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വർദ്ധിക്കുവാൻ ഇടയായിത്തീരും, നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഏതു കാര്യവും ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കും. ചിലർ ചിന്തിക്കാറുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞതാണ്, ദൈവം എന്നെ ജ്ഞാനത്തെ കൊണ്ട് നിറച്ചിരിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അങ്ങനെയല്ല. ജ്ഞാനം പ്രാപിക്കുമ്പോൾ ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും ചെയ്യുവാൻ ആ വ്യക്തി ആഗ്രഹിക്കത്തില്ല. ദൈവശബ്ദത്തിനനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് മാത്രമേ ആ വ്യക്തി നടക്കത്തുള്ളൂ. ദൈവത്തോട് സംസാരിച്ചാണ് ജ്ഞാനം പ്രാപിക്കുന്നത്. ദൈവത്തോട് ആ വ്യക്തി സംസാരിക്കുവാൻ, ദൈവത്തോട് ചോദിക്കുവാൻ ഒക്കെ തുടങ്ങും. അതിനനുസരിച്ച് ജ്ഞാനത്തെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ദൈവം ആ വ്യക്തിയോട് ഇടപെടുവാൻ തുടങ്ങും. വചനം കൂടുതലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് ഒരിക്കലും ക്രിയ ചെയ്യത്തില്ല. ദൈവം അവിടെ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. എന്നാൽ വചന ധ്യാനത്തിനൊന്നും ടൈം കെടുക്കാതെ ബിസി ആയെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, അവർ വലിയ ജ്ഞാനി എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ അതിൻ്റെ അവസാനം എല്ലാവരുടെയും മുമ്പിൽ അവർ ഭയങ്കര എല്ലാം നേടിയതുപോലെ തോന്നും. പക്ഷേ അവസാനം അത് ദോഷത്തിന് കാരണമായി തീരുന്നത് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ജീവിക്കുവാൻ ശ്രമിക്കണം. ദൈവവചനം നാം പഠിക്കുവാൻ ശ്രമിക്കണം. ദൈവവചനം ധ്യാനിക്കുവാൻ ശ്രമിക്കണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണം. അപ്പോഴാണ് ജ്ഞാനം വർദ്ധിച്ചു വരുന്നത്. അല്പബുദ്ധിയായിരിക്കുന്ന വ്യക്തിയെ ജ്ഞാനത്താൽ ദൈവം നിറയ്ക്കുന്നത്, ദൈവം ജ്ഞാനിയാക്കി മാറ്റുന്നത്, അനേകം പേർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നത് ഒക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട്, ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട്, ദൈവവചനം അനുസരിച്ചുകൊണ്ട് നടക്കുവാൻ നാം ശ്രമിക്കണം. അതിനായി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ധ്യാനിക്കുന്നവരായി, ദൈവവചനം ഭക്ഷിക്കുന്നവരായി, ദൈവവചനം എപ്പോഴും ഉരുവിടുന്നവരായി നിങ്ങൾ മാറട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.